Good morning. Before beginning the session, let me introduce myself. I'm Avis Paul. I'm here to guide you in the subject Social Science for Standard 7 based on the Kerala State Syllabus. So welcome to our new episode. As I have already mentioned in the first episode, an academic year is divided into 3 terms, and in each term we are having 3 different textbooks. Even for social science we have 3 different textbooks, and this is a textbook for term 1. And for the term 1 we have 4 chapters for social science. Chapter 1, Europe in Transition. Chapter 2, From Trade to Power. Chapter 3, Resistance and the First War of Independence. Chapter 4, India Towards a New Era. So these are the 4 chapters that we have for term 1. So we will begin with the first chapter, that is chapter 1, Europe in Transition. So without wasting time, let's begin with our new chapter. Before beginning this session, let us have a look at this picture. Hagia Sophia, which means the Church of the Holy Wisdom. പരിശുദ്ധമായ ജ്ഞാനത്തിൻ്റെ ദേവാലയം. In the beginning, this was a Greek Orthodox Christian cathedral. Later, Turks conquered, and this was converted to a Muslim church, and now it is being preserved as a history museum in Turkey. Well, what did you see in that picture? It's a building, right? Is it building similar to some of our buildings that we see? Well, exactly. It is somewhat similar to the mosque that we see, which means the building is having a dome. Haven't you noticed the dome in the mosque and all? So this building is actually Hagia Sophia. This is the largest building which is built in the 6th century AD, and it is situated in Turkey. Hagia Sophia എന്ന അറിയപ്പെടുന്ന ഈ ഒരു പുരാതന ദേവാലയം, it was actually a Christian cathedral. ആദ്യമേ അത് നിർമ്മിക്കപ്പെട്ട സമയത്ത് ഒരു ക്രിസ്ത്യൻ കത്തീഡ്രൽ ആയിട്ടായിരുന്നു, ഒരു ഗ്രീക്ക് ഓർത്തഡോക്സ് ക്രിസ്ത്യൻ കത്തീഡ്രൽ ആയിട്ടായിരുന്നു അത് നിർമ്മിക്കപ്പെട്ടത്. ആ ഒരു ടൈമിൽ ഞാൻ പറഞ്ഞു 6th സെഞ്ചുറി AD ഇത് നിർമ്മിക്കപ്പെട്ടത്. ആ ഒരു സമയത്തിൽ വെച്ച ഏറ്റവും ലാർജസ്റ്റ് ബിൽഡിംഗ് ആയിരുന്നു. ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വാസ് ഔട്ട്സ്റ്റാൻഡിങ് ഫോർ ദ ആർക്കിടെക്ചറൽ സ്പ്ലെൻഡർ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എൻജിനീയറിംഗ് ആയിരുന്നു ഈ ഒരു ബിൽഡിങ്ങിന് അതിനെ ഒരു പ്രത്യേക ഒരു തലത്തിലേക്ക് കൊണ്ടുവന്നത്. ഇപ്പോൾ അത് ടർക്കിയിൽ ഒരു ഹിസ്റ്ററി മോണുമെൻ്റ് ആയിട്ട്, ഒരു സ്മാരകമായിട്ട്, ഒരു മ്യൂസിയം ആയിട്ടാണ് പ്രിസർവ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇനി ടർക്കിയിൽ എക്സാക്ട്ലി എവിടാണ് ഈ ഹാഗിയ സോഫിയ? ഓക്കെ, കോൺസ്റ്റാന്റിനോപ്പിൾ എന്നറിയപ്പെടുന്ന ഒരു ഏൻഷ്യന്റ് സിറ്റി, കോൺസ്റ്റാന്റിനോപ്പിൾ. ഈ ഒരു പേര് ആ ഏൻഷ്യന്റ് സിറ്റിക്ക് കിട്ടിയത് എംപറർ കോൺസ്റ്റാന്റൈൻ്റെ സമയത്തായിരുന്നു. ആ ഒരു സിറ്റിക്ക് ആ ഒരു എംപററിൽ നിന്ന്, ചക്രവർത്തിയുടെ ആ പേരിനോട് സാദൃശ്യപ്പെടുത്തിയാണ് ഈ ഒരു സിറ്റിക്ക്, ഏൻഷ്യന്റ് സിറ്റി ഓഫ് ടർക്കി ആയ ഈ ഒരു സിറ്റിക്ക് കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന പേര് ലഭിച്ചത്. ലേറ്റർ ആ ഒരു എംപററിൻ്റെ കാലം കഴിഞ്ഞതിന് ശേഷം ആ ഒരു സിറ്റിക്ക് കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന പേര് മാറി. ഇപ്പോൾ ദ പ്രസന്റ് നെയിം ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ ഇസ് ഇസ്താൻബുൾ. അപ്പോൾ ഈ ഇസ്താൻബുൾ അല്ലെങ്കിൽ ഈ കോൺസ്റ്റാന്റിനോപ്പിളിലാണ് ഈ ഹാഗിയ സോഫിയ എന്ന് നമ്മൾ നേരത്തെ കണ്ട ആ പിക്ചറിലുള്ള ആ ബ്യൂട്ടിഫുൾ മോണുമെന്റ്, ഹിസ്റ്റോറിക്കൽ മോണുമെന്റ്, അതായത് ചരിത്ര പ്രാധാന്യമുള്ള ഈ ഒരു സ്മാരകം
ഇന്ന് ഒരു മ്യൂസിയമായിട്ട് പ്രിസർവ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇനി ലോക ചരിത്രത്തിൽ ഇൻ ദി ഹിസ്റ്ററി ഓഫ് വേൾഡ് ഈ കോൺസ്റ്റാന്റിനോപ്പിളിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഉണ്ടാവോ? ലെറ്റ്സ് സ്റ്റേ ട്യൂൺഡ്. Have a look at this picture. Look at this picture. What do you see in this picture? You can see Europe, Asia, Constantinople, the Black Sea and the Mediterranean Sea. അല്ലേ? ഇതിൽ യൂറോപ്പ്, ഏഷ്യ, ഇതിനിടയിലായിട്ട് ബ്ലാക്ക് സ്പോട്ടിൽ കണ്ടോ? റൗണ്ട് ചെയ്തേക്കുന്നുണ്ടോ? ലൊക്കേഷൻ മാർക്ക് ചെയ്തേക്കുന്നുണ്ടോ? ദാറ്റ് ഇസ് കോൺസ്റ്റാന്റിനോപ്പിൾ. യൂറോപ്പിൽ നിന്ന് ഏഷ്യയിലേക്ക് വരണമെങ്കിൽ ഏത് വഴി വേണം വരാൻ? കോൺസ്റ്റാന്റിനോപ്പിൾ വഴി. അതുപോലെ ഏഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്ക് പോകണമെങ്കിലും യു നീഡ് ടു ക്രോസ് കോൺസ്റ്റാന്റിനോപ്പിൾ, വിച്ച് മീൻസ് കോൺസ്റ്റാന്റിനോപ്പിൾ ഇസ് ലൈക്ക് എ ഗേറ്റ് വേ ഫ്രം യൂറോപ്പ് ടു ഏഷ്യ ആൻഡ് വൈസ് വേഴ്സ. യൂറോപ്പിൽ നിന്ന് ഏഷ്യയിലേക്കും ഏഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്കും പോകണമെങ്കിൽ കോൺസ്റ്റാന്റിനോപ്പിളിലൂടെ പ്രവേശിച്ചേ നമുക്ക് കടന്നു പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ കോൺസ്റ്റാന്റിനോപ്പിൾ ഇസ് എ ഗേറ്റ് വേ ഫ്രം യൂറോപ്പ് ടു ഏഷ്യ ആൻഡ് ഫ്രം ഏഷ്യ ടു യൂറോപ്പ്. ഇനി ലോക ചരിത്രത്തിൽ കോൺസ്റ്റാന്റിനോപ്പിളിന് ഇത്രയേറെ പ്രാധാന്യം കിട്ടുന്ന എന്തെങ്കിലും ഫീച്ചേഴ്സ് ഉണ്ടോ? അത്രയ്ക്ക് പ്രസക്തി കൊടുക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടോ? നമുക്ക് നോക്കാം അല്ലേ. കോൺസ്റ്റാന്റിനോപ്പിളിന് പ്രസൻറ്റ് നെയിം നമ്മൾ പറഞ്ഞു ഓൾറെഡി. എന്താണത്? ഇസ്താൻബുൾ. ആൻഡ് യു നോ സംതിങ്? ഇറ്റ് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഈസ്റ്റേൺ റോമൻ എംപയർ ടു. കിഴക്കൻ റോമൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം കൂടിയായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. ഇനി കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ മറ്റ് ഫീച്ചേഴ്സും അവിടെ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളതും നമുക്ക് വഴിയെ മനസ്സിലാക്കാം. സോ വെയിറ്റ് ആൻഡ് സീ. As I have already mentioned, what is the current name of Constantinople? Exactly, it is Istanbul. ഈ കോൺസ്റ്റാന്റിനോപ്പിളിന് ഇത്രയേറെ ലോക ചരിത്രത്തിൽ പ്രാധാന്യം ഉണ്ടാവണമെങ്കിൽ is there any significant feature that makes this Constantinople stay highlighted? Is there something special about it? നമുക്ക് നോക്കാം. There are certain features that make Constantinople very superior. എന്തൊക്കെയാണത്? The first is it is the center of knowledge. Knowledge എന്ന് പറയുമ്പോൾ അറിവല്ലേ? അറിവിൻ്റെ ഒരു കേന്ദ്രമായിരുന്നു ഈ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഇത് അറിവിൻ്റെ കേന്ദ്രമായി മാറുന്നത്? ബിക്കോസ് the people who lived there were scholars. Okay? The abode of scholars means the dwelling place, the living place of scholars. അവിടെ ജീവിച്ചിരുന്ന ഓരോ വ്യക്തികൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള വ്യക്തികളായിരുന്നു? പണ്ഡിതന്മാരായിരുന്നു, സ്കോളേഴ്സ് ആയിരുന്നു. അതുപോലെ അവരുടെ ഒരു സമ്പത്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മുതൽക്കൂട്ട് എന്ന് പറയുന്നത് ഒരുപാട് പണം സമ്പാദിച്ചു വെക്കുക അതൊന്നുമല്ല. അവർ ട്രഷറായിട്ട് നിധി പോലെ അവർ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് മറ്റൊന്നുമായിരുന്നില്ല, സ്കോളർലി ടെക്സ്റ്റ് ബുക്കുകളായിരുന്നു. സ്കോളർലി എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ രചിച്ച് അവർ റിസർച്ച് ചെയ്ത് കാര്യങ്ങളൊക്കെ സ്വരുക്കൂട്ടി വെച്ചിരിക്കുന്നത് ഒരു ട്രഷറായിരുന്നു, ഒരു നിധിയായിരുന്നു. സ്കോളർലി ടെക്സ്റ്റ് ബുക്കുകളായിരുന്നു അവർക്കുണ്ടായിരുന്ന സമ്പത്ത് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? So this was the center of knowledge, which Constantinople was the center of knowledge, and the people who lived were actually scholars, and the treasure that they had was scholarly textbook. And one thing more, നമ്മൾ നേരത്തെ നമ്മൾ മാപ്പിൽ കണ്ടതുപോലെ this was the gateway from Asia to Europe and vice versa. ഏഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്ക് പോകണമെങ്കിലും യൂറോപ്പിൽ നിന്ന് ഏഷ്യയിലേക്ക് വരണമെങ്കിലും ഇതുവഴി പ്രവേശിച്ച് ഒരു പ്രവേശന കവാടം, ഒരു ഗേറ്റ് വേ ആയിട്ട് നിൽക്കുന്നത് ഏത് സ്ഥലമാണ്, ഏത് സിറ്റിയാണ്? ദാറ്റ് ഈസ് നൺ അതർ ദാൻ കോൺസ്റ്റാന്റിനോപ്പിൾ. അപ്പോൾ ഈ ഒരു സവിശേഷതകളെല്ലാം ചേർന്നാണ് ലോക ചരിത്രത്തിൽ, വേൾഡ് ഹിസ്റ്ററിയിൽ കോൺസ്റ്റാന്റിനോപ്പിൾ ഇത്രയേറെ പ്രാധാന്യം കൊടുക്കുന്നത്. മനസ്സിലായോ? ഇസ് ദർ എനി ഡൗട്ട്? കോൺസ്റ്റാന്റിനോപ്പിൾ, ദി ഫീച്ചേഴ്സ് ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ ഏതൊക്കെയാണ്? It is the center of knowledge and abode. Abode means the dwelling place, the living place. പണ്ഡിതന്മാരായിട്ടുള്ള വ്യക്തികൾ താമസിച്ചിരുന്ന
സ്ഥലമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. ആൻഡ് their treasure എന്ന് പറയുന്നത് എന്തായിരുന്നു? സ്കോളർലി ടെക്സ്റ്റ് ബുക്ക്. ആൻഡ് this was the gateway from Asia to Europe. So we were discussing the features of Constantinople. So അങ്ങനെ ഇരിക്കുമ്പോൾ ഈ കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് ഒരു കൂട്ടർ വന്നു. They are called the Turks. Turks. Turks means the people from Turkey. മലയാളത്തിൽ നമ്മൾ തുർക്കികൾ എന്ന് പറയും. ടർക്കിയിലുള്ള ആൾക്കാർ Turks. They came and what did they do? They conquered Constantinople in the year 1453. അവർ കോൺസ്റ്റാന്റിനോപ്പിൾ വന്ന് കീഴടക്കി. ഈ ഏൻഷ്യന്റ് സിറ്റി വന്ന് കീഴടക്കി 1453. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ സർവ്വജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടും അല്ലേ? എങ്ങോട്ട് പോകും? അടുത്ത ഏതൊക്കെയാണോ നെയ്ബറിംഗ് നേഷൻസ് അങ്ങോട്ട് പോകാനാണ് കൂടുതൽ സാധ്യത. അങ്ങനെ ഒരുപാട് പേര്, ഒരുപാട് ആർട്ടിസ്റ്റ്, സ്കോളേഴ്സ്, റൈറ്റേഴ്സ്, ദേ ഓൾ ഫ്ലെഡ് ടു ദ നെയ്ബറിംഗ് സ്റ്റേറ്റ്സ്. അതിൽ മജോറിറ്റി ആൾക്കാരും പോയൊരു സ്ഥലമുണ്ടായിരുന്നു. വിച്ച് ഇസ് ദാറ്റ് കൺട്രി? ദാറ്റ് ഇസ് ഇറ്റലി. വെരി ഫെമിലിയർ വിത്ത് ദ കൺട്രി അല്ലേ? നമ്മൾ ലോക്ക്ഡൗണിൽ ഒക്കെ തുടങ്ങിയ സമയത്ത് നമ്മൾ ഒരുപാട് ന്യൂസിലൊക്കെ കേൾക്കുന്നതാണ് ഇറ്റലിയെക്കുറിച്ച്. ഇറ്റലിയെക്കുറിച്ച് അത് മാത്രം അറിഞ്ഞാൽ മതിയോ? ഇറ്റലിക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരു പാരമ്പര്യമുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് തുടർന്ന് കേൾക്കാം. You might be excited to know why did people migrate to Italy? എന്തുകൊണ്ടാണ് മജോറിറ്റിയും ആൾക്കാരും ഇറ്റലിയിലേക്ക് പോയത്? There are several reasons for that. ഇറ്റലിയിലുള്ള ആൾക്കാർ കൂടുതലും ട്രേഡേഴ്സ് ആയിരുന്നു, കച്ചവടക്കാരായിരുന്നു. ആൻഡ് ഫിനാൻഷ്യലി സൗണ്ട് ആയിരുന്നു, എന്ന് പറഞ്ഞാൽ വെൽത്തി ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. കച്ചവടം ആയതുകൊണ്ട് തന്നെ കൂടുതലും പേർക്കും ഫിനാൻഷ്യലി they were all sound. വലിയ കുഴപ്പമില്ലാതെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇനി നമുക്ക് ഓരോ രാജ്യത്തിനും ഓരോ പാരമ്പര്യമുണ്ട്, കൾച്ചറുണ്ട്, ട്രഡീഷൻ ഉണ്ട്, ഹിസ്റ്ററി ഉണ്ട് അല്ലേ? നമുക്കൊരു സംസ്കാരമുണ്ട്. അപ്പോൾ ഈ ഇറ്റലി എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സംസ്കാരം എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് എ ഫ്യൂഷൻ. ഒരു ഗ്രീക്ക് അതുപോലെ തന്നെ റോമൻ കൾച്ചറിൻ്റെ ഒരു ഫ്യൂഷൻ ആയിരുന്നു ഈ ഒരു ഇറ്റലി എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഒരു കൾച്ചർ എന്ന് പറയുന്നത്. So it was a fusion of Greek, which means they had a Greco-Roman tradition. മനസ്സിലാവുന്നുണ്ടോ? ഈ ഗ്രീക്കോ-റോമൻ ട്രഡീഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ they gave importance to peace and prosperity. What do you mean by peace? സമാധാനം. പ്രോസ്പെറിറ്റിയോ അഭിവൃദ്ധി, പുരോഗതി എന്ന് പറയുന്ന കാര്യം. അപ്പം സമാധാനത്തിനും പുരോഗതിക്കും ഡെവലപ്മെൻറ്റിനും പ്രോസ്പെറിറ്റി ഇതിനൊക്കെയാണ് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് വളരെയേറെ മുൻതൂക്കം കൊടുക്കുന്ന ആൾക്കാരായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു സംസ്കാരം ഉണ്ടായിരുന്നവരായിരുന്നു ഇറ്റലിയിലുള്ളവർ. ആൻഡ് ഇൻ ദി സ്പ്രെഡ് ക്രിസ്ത്യാനിറ്റി. റോമൻ സംസ്കാരം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഗ്രീക്കോ റോമൻ ട്രഡീഷൻ ആയിരുന്നു ഇവർക്കുണ്ടായിരുന്നത്. എന്ന് പറയുമ്പോൾ റോമിൽ ക്രിസ്ത്യൻ ബിലീവ്സ് ആയിരുന്നു അവർ ഫോളോ ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ പീസ് ആൻഡ് പ്രോസ്പെറിറ്റി വാസ് the tradition or the key of this Italians, and also they gave importance to Christianity. They spread Christianity. Another thing about Italian traders was that അവിടുത്തെ വെൽത്തി ആയിട്ടുള്ള റിച്ച് ആയിട്ടുള്ള ഇറ്റാലിയൻ ട്രേഡേഴ്സ് they were like patrons of art, literature and culture. Patrons എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? The people who support and promote, അല്ലെങ്കിൽ who actually preserve ഈ ആർട്ടിനെയും, ആർട്ടെന്ന് പറഞ്ഞാൽ കലകളെയും സാഹിത്യത്തെയും അതുപോലെ സംസ്കാരത്തെയൊക്കെ പ്രൊമോട്ട് ചെയ്യുകയും വളർത്തുകയും ഒക്കെ ചെയ്യുന്നവരെയാണ് പേട്രൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിച്ച് ആയിട്ടുള്ള വെൽത്തി ആയിട്ടുള്ള ഇറ്റാലിയൻ ട്രേഡേഴ്സ്, കച്ചവടക്കാരെ എന്ത് ചെയ്തിരുന്നു? ഈ പറഞ്ഞ കലയും സാഹിത്യത്തെയൊക്കെ സ്നേഹിക്കുകയും അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നവരായിരുന്നു. അതോടൊപ്പം തന്നെ ഇറ്റാലിയൻ ട്രേഡേഴ്സിൻ്റെ ഒരു പ്രത്യേകത, they were keen to preserve the culture and the history and also the heritage of their country. അവരുടെ രാജ്യത്തിൻ്റെ ചരിത്രവും അതുപോലെ സാംസ്കാരികപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും സംരക്ഷിച്ച് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് പോകാനായിട്ടുള്ള ഒരു
ഒരു തീവ്രമായ ഒരു ആഗ്രഹം ആർക്കുണ്ടായിരുന്നു? ഇറ്റാലിയൻ ട്രേഡേഴ്സിന് പൊതുവെ ഉണ്ടായിരുന്നു. വിച്ച് മീൻസ് ദേ വെർ വെരി പോസിറ്റീവ്, ഭയങ്കര ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു ഈ ഇറ്റാലിയൻ ട്രേഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കൺട്രിയിലേക്ക് സ്കോളേഴ്സും ആർട്ടിസ്റ്റും റൈറ്റേഴ്സുമായിട്ടുള്ളൊക്കെ ആൾക്കാർ വന്നാൽ ഇറ്റാലിയൻസ് സ്വീകരിക്കൂ അതോ അവർ തിരസ്കരിക്കൂ? ഒബ്വിയസ്ലി വാട്ട് വിൽ ദേ ഡു? രണ്ട് കൈ നീട്ടി സ്വീകരിക്കും അല്ലേ? കാരണം എന്താ? അവരും സമാധാനം, പ്രോസ്പെരിറ്റി, അതുപോലെ തന്നെ ദേ ലവ്ഡ് ആർട്ട്, ലിറ്ററേച്ചർ ആൻഡ് സോ മെനി തിങ്സ് ലൈക്ക് ദാറ്റ്. സോ ദേ വെർ വെരി പോസിറ്റീവ്. അതുകൊണ്ട് തന്നെ ഇതുപോലെ വരുന്നവർ ചെറിയ ആൾക്കാരാണോ? ഇമിഗ്രൻസ് ആയിട്ട് വരുന്നവർ, മറ്റു കൺട്രിയിൽ നിന്ന് ഓടിപ്പോരുന്നവർ എങ്ങനെയുള്ള വ്യക്തികളാണ്? പണ്ഡിതന്മാരും സാഹിത്യകാരന്മാരും ഒക്കെ ആയിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് അവരെ ഇറ്റലിക്കാര് രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. ആൻഡ് ദസ് വെൻ ദീസ് ഇമിഗ്രൻസ്, അതായത് കോൺസ്റ്റാന്റിനോപ്പിളിൽ നിന്ന് ഇങ്ങ് പോകുന്ന, ഇറ്റലിയിൽ വന്ന് താമസിച്ച അവർ വന്നു കഴിഞ്ഞപ്പോൾ പതുക്കെ പതുക്കെ ഒരു ചേഞ്ച് ഇറ്റലിയിൽ ഉണ്ടായി. That was by the end of the 13th century. 13ാം നൂറ്റാണ്ടിന്റെ അവസാനമൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ മറ്റൊരു കൺട്രിയിൽ നിന്ന് വന്ന ആൾക്കാർ, അതും ഭയങ്കര പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാർ വരുമ്പോൾ അവർ വെറുതെ ഇരിക്കുമോ? എന്ത് ചെയ്യും? അവർ പതുക്കെ അവരുടെ സ്കോളർലി ടാലൻറ്റും ആർട്ടിസ്റ്റിക് ടാലൻറ്റും ഒക്കെ അവർ പൊടി തട്ടിയെടുത്തു. എന്നിട്ട് ഈ കൺട്രിയിലേക്ക് അവർ സംഭാവന ചെയ്തു തുടങ്ങി. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ഒരു പതുക്കെ പതുക്കെ ഒരു നല്ലൊരു മാറ്റം. ഇനി കൂടാതെ ഇത് പ്രൊമോട്ട് ചെയ്യുന്നവരാണ് ഇവിടെ ഉള്ളവർ, ഇറ്റാലിയൻസ്. അതുകൊണ്ട് പതുക്കെ പതുക്കെ ഒരു വലിയൊരു മാറ്റം ഇറ്റലിയിൽ സംഭവിച്ചു തുടങ്ങി. ആൻഡ് അഗെയിൻ ഇറ്റ് വാസ് ആക്ച്വലി എ റീബർത്ത്, എ റിവൈവൽ. ഒരു പുനർജന്മമായിരുന്നു, ഒരു പുതിയൊരു തുടക്കം, ഒരു ട്രാൻസിഷൻ പീരീഡ് ആയിരുന്നു ഈ ഒരു 13ാം നൂറ്റാണ്ടിന്റെ അവസാനം, 13th സെഞ്ചുറിയുടെ എൻഡിൽ നടന്ന ഒരു ട്രാൻസിഷൻ ആയിരുന്നു. ആ ഒരു ട്രാൻസിഷൻ, ആ ഒരു റീബർത്ത് അല്ലെ റിവൈവലിനെയാണ് നമ്മൾ റിനൈസൻസ് എന്ന് വിളിക്കുന്നത്. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. റിനൈസൻസ്, വിച്ച് മീൻസ് റീബർത്ത് ഓർ റിവൈവൽ. So we were talking about Renaissance, which means rebirth or revival. ഒരു ചേഞ്ച്, ഒരു ട്രാൻസിഷൻ, ഒരു വലിയൊരു മാറ്റത്തെക്കുറിച്ചാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ആ ഒരു മാറ്റത്തിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റിനൈസൻസ്. നമ്മൾ പറഞ്ഞു എൻഡ് ഓഫ് ദി 13th century ആണ് ഈ ഒരു മാറ്റം പതുക്കെ പതുക്കെ തുടങ്ങിയത്. ആൻഡ് അഗെയിൻ ഒരു 13th centuryയുടെ ബിഗിനിങ്ങിൽ, ദ ബിഗിനിങ് ഓർ ദ ഡോൺ ഓഫ് 13th century, എ ഗ്രേറ്റർ ചേഞ്ച്, ഒരു റെവല്യൂഷണറി ചേഞ്ച് തന്നെ ഇറ്റലിയിൽ സംഭവിച്ചു. എന്ത് തരത്തിലുള്ള ചേഞ്ചസ് ഒക്കെയാണ് വന്നത് എന്നാണ് ഇനി പറയാൻ പോകുന്നത്. നമ്മൾ ആദ്യമേ പറഞ്ഞു ഇറ്റലിയിലെ ഒരു ഗ്രീക്കോ റോമൻ ട്രഡീഷൻ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവിടെ ലീഡിംഗ് ആയിട്ടുള്ള, സുപ്പീരിയർ ആയിട്ട് നിന്നിരുന്ന ഒരു റിലീജിയൻ എന്ന് പറയുന്നത് ക്രിസ്ത്യാനിറ്റി ആയിരുന്നു. അപ്പോൾ ആൾക്കാർ ഫൈൻ ആർട്സ് മീൻസ് ഇറ്റ് ഇൻക്ലൂഡ്സ് പെയിന്റിംഗ്, പോയട്രി ആൻഡ് ഓൾ സച്ച് ആർട്ട് ഫോംസ്, സ്ക്രിപ്ചേഴ്സ്, എല്ലാം കൂടെയാണ് നമ്മൾ ഫൈൻ ആർട്സ് എന്ന് പറയുന്നത്. ഈ മ്യൂസിക്, ദാറ്റ് ഓൾസോ കം ഇൻ ഫൈൻ ആർട്സ്. അപ്പോൾ ഫൈൻ ആർട്സിൽ, അതുപോലെ തന്നെ റൈറ്റിങ്സിൽ, എല്ലാത്തിലും ഈ ഒരു റിലീജിയസ് ബിലീഫ്, അതിനെ കേറ്റർ ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഓരോ വരകളിൽ ആ ഒരു വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഓരോ സാഹിത്യത്തിലും ആ റിലീജിയനെ ബന്ധപ്പെടുത്തിയുള്ള കാര്യങ്ങൾ, അത് മാത്രമായിരുന്നു സെൻറ്റർ, എല്ലാത്തിൻ്റെ ഒരു തീം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലാംഗ്വേജസ് ദാറ്റ് വാസ് ബീങ് പ്രൊമോട്ടഡ് വാസ് ലാറ്റിൻ ആൻഡ് ഗ്രീക്ക്. നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നവരെ കുറച്ച് സ്റ്റാൻഡേർഡ് കൂടിയവർ എന്നൊരു വെപ്പുണ്ട് അല്ലേ? അവർക്ക് കുറച്ചുകൂടി ഡിഗ്നിറ്റി ഉണ്ട്, ഗ്ലോറി നമ്മൾ കൊടുക്കാറുണ്ട്, ആട്രിബ്യൂട്ട് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ നമ്മളുടെ വി ഇന്ത്യൻസ് രാഷ്ട്രഭാഷ എന്നുള്ള രീതിയിൽ ഒരു സുപ്പീരിയർ പദവി നമ്മൾ ഏത് ഭാഷയ്ക്കാണ് കൊടുക്കുന്നത്? ഹിന്ദി. ഓക്കെ, അപ്പോൾ നമുക്ക് റീജിയണൽ ലാംഗ്വേജസ് വേറെ ഉണ്ട്. ഹിന്ദി മാത്രമാണോ നമ്മുടെ രാജ്യത്തുള്ളത്? നമുക്ക് റീജിയണൽ ലാംഗ്വേജ്, നമ്മുടെ മലയാളമുണ്ട്, തമിഴ്, കന്നഡ, മറാഠി, അങ്ങനെ പല ലാംഗ്വേജസും നമുക്ക് ഉണ്ട്. റീജിയണൽ ലാംഗ്വേജ്, ഓരോരോ റീജിയനിൽ അവരുടേതായിട്ടുള്ള ഒരു നേറ്റീവ് ടങ്, മാതൃഭാഷകളും ഉണ്ട്.
ഇല്ലേ? അതുപോലെ തന്നെ ഇറ്റലിയിൽ ലാറ്റിൻ ആൻഡ് ഗ്രീക്ക് വാസ് കൺസിഡേർഡ് ടു ബി ദ എലൈറ്റ് ലാംഗ്വേജ്, അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് ആയിട്ട് കൺസിഡർ ചെയ്തിരുന്നത് ഏത് ലാംഗ്വേജസ് ആയിരുന്നു? ലാറ്റിൻ ആൻഡ് ഗ്രീക്ക്. അണ്ടർസ്റ്റുഡ്? അപ്പോൾ ഇതിന് ഒരു മാറ്റം കൊണ്ടുവന്നു റിനൈസൻസ്. മനസ്സിലാവുന്നുണ്ടോ? ഇറ്റലിയിൽ ഈ ലാംഗ്വേജസ്, ഈ ഒരു സുപ്പീരിയർ എലൈറ്റ് സോ കോൾഡ് ഇമ്പോർട്ടൻറ്റ് സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് ആയിട്ടുള്ള ലാറ്റിനും ഗ്രീക്കും ഒക്കെ ഒന്ന് സൈഡ് ലൈൻ ചെയ്യപ്പെട്ടു. റിലീജിയൻ അത് ഒന്ന് സൈഡ് ലൈൻ ചെയ്യപ്പെട്ടു. പകരം എന്തു വന്നു? ദാറ്റ് ഈസ് ദി ചേഞ്ച് ദാറ്റ് ഹാപ്പൻഡ്. ദാറ്റ് ഈസ് റീജിയണൽ ലാംഗ്വേജസ് ആയ, നമ്മൾ ഇവിടുത്തെ കാര്യമല്ല പറയുന്നത്, അങ്ങ് യൂറോപ്പിലെ കാര്യം, ഇറ്റലിയിലെ കാര്യമാണ് നമ്മൾ പറയുന്നത്. സ്പാനിഷ്, ഫ്രഞ്ച്, ഇംഗ്ലീഷ്, ഈ 3 ലാംഗ്വേജസും അവിടെ ഉണ്ടായിരുന്നു. നേരത്തെ പല പല റീജിയനിലായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നവരുണ്ട്, ഫ്രാൻസുകാരുടെ ഫ്രഞ്ച് സംസാരിക്കുന്നവരുണ്ട്, സ്പെയിൻകാരുടെ സ്പാനിഷ് സംസാരിക്കുന്നവരുണ്ട്. അപ്പൊ അവരുടെ ലാംഗ്വേജസിന് പതുക്കെ പതുക്കെ ഒരു റെക്കഗ്നീഷൻ കിട്ടി തുടങ്ങി. ഇവിടുന്ന് വന്ന, അതായത് മൈഗ്രേറ്റ് ചെയ്ത് വന്ന ആൾക്കാർ എന്ത് ചെയ്തു? ഈ പറഞ്ഞ റീജിയണൽ ലാംഗ്വേജസിൽ എഴുതാൻ തുടങ്ങി. എന്നിട്ട് റിലീജിയൻ എന്ന് പറയുന്ന ആ കോൺസെപ്റ്റിനെ മാറ്റിവെച്ച് സാധാരണക്കാരൻ, കോമൺ മാനിനെ തീമായിട്ടെടുത്തു. കോമൺ മാനിന്റെ വാല്യൂസ്, അവന്റെ ഇൻട്രസ്റ്റ്, അവന്റെ മൂല്യങ്ങൾ, അതുപോലെ അവന്റെ ഇഷ്ടങ്ങൾ, സങ്കടങ്ങൾ, ദുരിതങ്ങൾ, അവന്റെ സന്തോഷങ്ങൾ, ഇതെല്ലാം ആർട്ടിലേക്ക് കൊണ്ടുവന്നു. ഓരോ വരകളില്, സംഗീതത്തില്, സാഹിത്യത്തില് എല്ലാം എന്ത് കൊണ്ടുവന്നു? ദ ലൈഫ് ഓഫ് കോമൺ മാൻ. And this was a prominent feature of Renaissance, which we call as humanism. Humanism means giving priority to the common man, the life of common man, his values and his interest. സാധാരണക്കാരന്റെ ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കുക, അത് സാഹിത്യത്തിലേക്കും കലകളിലേക്കും കൊണ്ടുവരിക. അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിലെ വാല്യൂസ്, ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ താല്പര്യങ്ങൾ, മോറൽസ്, അവരുടെ സങ്കടങ്ങൾ, ദുരിതങ്ങൾ, ഇതെല്ലാം ആർട്ടിലൂടെയും ലിറ്ററേച്ചറിലൂടെയും ഒക്കെ പ്രകടമാക്കുക, എല്ലാവരിലേക്കും എത്തിക്കുക. എങ്ങനെ എത്തും? കാരണം എന്താ? റീജിയണൽ ലാംഗ്വേജസ് ഒക്കെ വന്നു അല്ലേ? അപ്പോൾ അവനവന്റെ ഭാഷയിൽ കാര്യങ്ങളൊക്കെ വായിക്കാൻ തുടങ്ങി, അറിവ് നേടാൻ തുടങ്ങി. മനസ്സിലാവുന്നുണ്ടോ? ദിസ് വാസ് ദി ചേഞ്ച് ദാറ്റ് ഒക്കേർഡ് ഇൻ ദ റിനൈസൻസ് പീരിയഡ്. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. ഇനി ഈ റിനൈസൻസ് പീരിയഡിന്റെ ഒരു ഫീച്ചർ നമ്മൾ പറഞ്ഞു, ദാറ്റ് ഈസ് ദി സ്പിരിറ്റ് ഓഫ് ഹ്യൂമനിസം. പ്രോമിനന്റ് ഫീച്ചർ ആണ് ഹ്യൂമനിസം. ഇനി മറ്റൊരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ they promoted reasoning. What do you mean by reasoning എന്ന് പറയുമ്പോൾ, അതുവരെ ആൾക്കാർ എന്ത് കേട്ടാലും എന്താ വിചാരിക്കുന്നത്? അവർ പറയുന്നത്, ഈ പറഞ്ഞേക്കുന്ന ആൾക്കാരെല്ലാം എന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് അപ്പാടെ വിശ്വസിക്കുക. They don't question. എന്തുകൊണ്ട്? അതിന്റെ കാര്യകാരണങ്ങളൊന്നും അതിന്റെ പുറകെ അവർ പോവില്ലായിരുന്നു. പക്ഷെ റിനൈസൻസിന്റെ സ്പിരിറ്റ് അവിടെ വന്നപ്പോൾ പീപ്പിൾ സ്റ്റാർട്ടഡ് ആസ്കിങ് ഫോർ റീസൺസ്. എന്തുകൊണ്ടാണ് അതെങ്ങനെ? വാട്ട് ഇസ് ദ കോസ്? വൈ? വെൻ? ഇതെല്ലാം അവർ ചോദ്യം ചെയ്തു തുടങ്ങി. ആൻഡ് ഓൾസോ there was a spirit of enquiry. Spirit of enquiry in the sense people started searching for truth. What exactly is the reason for this? What is the truth in it? ഇതിനെയൊക്കെ അന്വേഷിച്ചു തുടങ്ങി. So humanism, reasoning and the spirit of enquiry was the main features of this Renaissance period. In a Renaissance changes കൊണ്ടുവന്നു പല ഫീൽഡിലും. In the field of literature, the field of arts, the field of science, and finally it resulted in industrial revolution. ഇതൊക്കെ എന്തൊക്കെ എന്നുള്ളത് അടുത്ത പാർട്ട് 2 നമ്മൾ കാണുന്നതായിരിക്കും. So hope you understood what is Renaissance, what Constantinople, why people migrated to Italy itself, rebirth, revival, Renaissance, humanism, spirit of enquiry, reasoning, ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. Make short notes on all this and get ready for the next part. If you have loved this session, please don't forget to subscribe, like and share with the friends of yours, especially the students of Standard 7. Thank you.